കാലഘട്ടത്തിൻ്റെ കഥ കൂടിയുണ്ട് നമ്മുടെ ആട് 3-ൽ. ഇത്തവണ നമ്മൾ ഒരു ടൈം ലൈനും കൂടി കൂടുതൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. അപ്പം മറ്റൊരു ടൈം ലൈനിൽ ഒരു ഭൂതകാലത്തിൽ എന്ന് വിളിക്കാവുന്ന ഒരു കാലത്തിൽ ഇവരുടെ ലുക്ക് ആൻഡ് ഫീലുള്ള മറ്റൊരു കൂട്ടം പുതിയ ക്യാരക്ടേഴ്സ് ഒരു ആട് മണ്ണിൽ എങ്ങനെ ഷാജി പാപ്പനും സർവത്ത് ഷമീറും അറക്കലും ഒക്കെ വന്നു, അതുപോലെ ഒരു കൂട്ടം ആളുകൾ കൂടി നമ്മുടെ ആടിൻ്റെ യൂണിവേഴ്സിലേക്ക് വരികയാണ്. ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും ആട്. നമ്മുടെ സിനിമയുടെ സ്ലാസ്റ്റിക് സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഫാൻറ്റസി എലമെൻറ്റുകൾ ചേർത്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് എപ്പിക് ഫാൻറ്റസി എന്ന് വിളിക്കാവുന്ന ഒരു രൂപത്തിലേക്കാണ് ഇത്തവണ ആട് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്. ആടിൻ്റെ 3-ാം ഭാഗം ഒരു വ്യത്യസ്തമായൊരു സിനിമാനുഭവമായിരിക്കും, ഒരു വ്യത്യസ്തമായൊരു കോമഡി സിനിമയായിരിക്കും. അപ്പോൾ ആട് 1-ൽ നമ്മളൊരു പെട്ടിയിലടച്ച നീലക്കൊടുവേലിക്ക് പിന്നാലെ ഓടി, ആട് 2-ൽ നമ്മളൊരു പെട്ടിയിലടച്ച ഒരു കമ്മട്ടത്തിൻ്റെ പിന്നാലെ ഓടി, ആട് 3-ലും ആ ഓട്ടം പാപ്പനും സംഘവും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. 2 ടൈം ലൈനിൽ ചിലപ്പോൾ ഓടിയെന്ന് വരും. ആട് എന്ന് പറയുന്നത് മലയാളികളുടെ സ്വന്തം ഫ്രാഞ്ചൈസിയാണ്. മലയാളികൾ കഴിഞ്ഞ 8 വർഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചോദ്യം ആട് 3 എന്ന് വരും എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരവുമായി ഞങ്ങൾ ഒഴുകുകയാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ്. സ്വാഭാവികമായും പടത്തിന് ആട് 2-നേക്കാൾ റൺ ടൈമുള്ള പടമായിരിക്കും. അപ്പം തന്നെ നമുക്ക് ക്യാരക്ടർ എക്സ്പ്ലോറേഷനെ കുറിച്ചും കൂടി സമയം കൊടുത്തിട്ടുണ്ട്. ഷാജി പാപ്പനും സംഘവും ഡ്യൂഡും സംഘവുമെല്ലാം മാറ്റമില്ലാതെ തുടരുന്നു. ഇക്കാലത്തും എല്ലാ കാലത്തും പ്രത്യേകിച്ച് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ട്രെയിലറിൽ കണ്ട പോലെ ഷാജി പാപ്പൻ എന്ന് രക്ഷപ്പെടുന്നു അന്ന് ആട് അവസാനിക്കും. അപ്പോൾ അവർ രക്ഷയില്ലാതെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. രക്ഷപ്പെടുത്തില്ല. ആ ഇരിക്കുന്ന സൈജു കുറുപ്പ് ഏകദേശം 4 പടം, ഇന്ന് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായക നടന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് 4 പടം മാറ്റി വെച്ചിട്ടാണ് അരപ്പടത്തിൻ്റെ പൈസയും വാങ്ങിച്ചിട്ട് ഈ പടത്തിന് വന്നിരിക്കുന്നത്. എന്നെ ഷമീർ സാറേ എന്നും സൈജുവിനെ അബു എന്നുമാണ് വിളിക്കുന്നത്. ഞങ്ങൾ ചിലപ്പോൾ അറിയാതെ തിരിഞ്ഞു നോക്കാതെ പോകും. അപ്പോൾ ചോദിക്കും ജാടയാണോ, അപ്പോഴാണ് പോകും നമ്മളെയാണല്ലോ വിളിച്ചതെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. അപ്പം അത്രമാത്രം എന്നോട് ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, എത്രയോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം പോകുമ്പോൾ പലയിടത്തും പോകുമ്പോൾ ശശികാരൻ എന്നാണ് വിളിക്കുന്നതെന്ന്. മെയിൻ കഥാപാത്രങ്ങളെല്ലാം ഇത് തന്നെയാണ്. പിന്നെ നിങ്ങൾ ട്രെയിലറിൽ കണ്ടമല്ലോ, ഒരാൾ വേറൊരു നമ്മുടെ ഹോളിവുഡിൽ നിന്നും ഒരു ആക്ട്രസ് വരുന്നുണ്ട്, അലിയ ബോൺ എന്നാണ് അവരുടെ പേര്. ഓൾറെഡി നിങ്ങൾ ട്രെയിലർ കണ്ടാണ്. അതാണ് മെയിൻ കഥാപാത്രം. ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ വന്നും പോയി ആട് 2-ലും 1-ലും ഉള്ള പോലെ തന്നെ വന്നും പോയി നിൽക്കും. അപ്പം ഇതിനകത്ത് നമ്മളൊരു ഡാൻസ് ആണ് ആക്ച്വലി എല്ലാ ആടിലും നമ്മൾ ആട് 2 മുതൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞാൻ രാവിലെ ഒരു ദിവസം കണ്ണൂർ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിഖില ഐറ്റം ഡാൻസ് കളിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്ത. അപ്പോൾ എന്നോട് ഡയറക്ടർമാർ സുഹൃത്തുക്കളെല്ലാം 1-2 പേര് ചോദിച്ചു, നിഖില ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിതൊന്നും അറിയാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. നിഖിലനോട് ചോദിച്ചപ്പോൾ നിഖില അന്ന് ആ പടം വരട്ടെ പറയാമെന്ന് പറയുകയും ചെയ്തു. ആക്ച്വലി നിഖിലയുടെ ഐറ്റം ഡാൻസ് വന്നു. ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ഇല്ല. നമുക്ക് ഡാൻസ് ഉണ്ട്, അത് ഈ പറഞ്ഞ പോലെ ഒരു ആൾ വന്ന് നമുക്ക് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് നിഖിലല്ല. ആദ്യമായിട്ട് പല ലാംഗ്വേജിലും ഇതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴത്തേക്കും ട്രെയിലർ റിയാക്ഷൻ ഏതൊക്കെ ലാംഗ്വേജിൽ നിന്ന് വന്നെന്ന് നോക്കലായിരുന്നു പണി. ഹിന്ദി, പഞ്ചാബി, ബംഗാളി, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസിലെ ഓഡിയൻസിലേക്ക് നമ്മുടെ ട്രെയിലർ എത്തി എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. അതിനകത്ത് 1-2 ട്രെയിലർ റിയാക്ഷനിൽ അവർ പറഞ്ഞത് 1-ഉം 2-ഉം കണ്ടിട്ടില്ല, ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന്. അത് എങ്ങനെ അവർക്കത് അവരുടെ കണ്ണിലേക്ക് എത്തിയെന്നുള്ള അറിയില്ല, പക്ഷേ ദേ ലൈക്ഡ് ഇറ്റ്. ആൻഡ് അവർ ക്യാരക്ടേഴ്സിൻ്റെ പേര് റിയാക്ഷൻ പോകുമ്പോഴത്തേക്കും ക്യാരക്ടേഴ്സിൻ്റെ പേരും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് സന്തോഷം നൽകി. എൻ്റെ കരിയറിൽ ഏറ്റവും വലിയ സിനിമയാണിത്. ഇത് ഒത്തിരി സന്തോഷം. വിജയനോടും എല്ലാവരോടും ഇതിനോടും എല്ലാവരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയില്ല. ഇതൊരു സംഭവമായി മാറും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കഴിഞ്ഞ 1 വർഷത്തെ നമ്മുടെ എല്ലാവരുടെയും കൂടെയുള്ള കഷ്ടപ്പാട് ഇത് അടിപൊളിയാവും. ആട് 3-യുടെ പ്രമോഷന് വേണ്ടിയിട്ട് ഇത്രയധികം മീഡിയ സുഹൃത്തുക്കൾ ഇവിടെ വന്നതിലും സഹകരിക്കുന്നതിലും ഒരുപാട് സന്തോഷം. ആട് 1 ഒരു ബോക്സ് ഓഫീസ് പരാജയമായിരുന്നിട്ട് ആട് 2 എങ്ങനെയാണ് ഇറക്കുന്നതെന്ന് നമ്മളോട് മീഡിയ മാത്രമല്ല തിയേറ്ററുകാർ ചോദിച്ചു, ഇൻഡസ്ട്രി ചോദിച്ചു. അതേ കോൺഫിഡൻസ് തന്നെയാണ് ആട് 3 ഇറങ്ങുമ്പോൾ പാർട്ട് 2 ഈ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സിനെ മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നടങ്കം സ്വീകരിച്ചിട്ടുള്ളതാണ്.